നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 6-ാം ഭാവമാണ്. 6-ാം ഭാവവുമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പം രോഗം, കടം ഇത്യാദി കാര്യങ്ങളാണല്ലോ മെയിൻ ശത്രുക്കൾ. നമുക്ക് രോഗത്തെക്കുറിച്ച് കുറച്ചും കൂടി അറിയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഒരു നിസ്സഹായതയാ, ഒരവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കാണെങ്കിലും ഈ നമ്മുടെ ഉള്ളിലെ ശത്രുതയാണെങ്കിലും നമ്മുടെ ഉള്ളിലെ സർവ അഹങ്കാരങ്ങളാണെങ്കിലും ഒക്കെ നന്നായിട്ടൊന്ന് പനി പിടിച്ച് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു നിസ്സഹായതയുണ്ട്, സർവ്വതും അടങ്ങിയൊരവസ്ഥയുണ്ട് അല്ലേ. ഒരു നല്ലൊരു അസുഖം വന്നാൽ, ഞാൻ പറഞ്ഞൊരു ഇന്നത്തെ കാലത്ത് ഒരു പനി തന്നെ വന്നാൽ മതി, ഒരു നല്ലൊരു പനി വന്നാൽ തന്നെ നമ്മൾ പെട്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ആ ഒരു നിസ്സഹായാവസ്ഥ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വേണ്ട, നമുക്ക് ആ ധനത്തിൻ്റെ ഒരു വലിയ ഇത് വേണ്ട, നമുക്ക് ആ സമയത്ത് വലിയ ജാടകളോ ഒന്നുമില്ല, നമ്മുടെ പ്രകടനങ്ങളോ ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ അസുഖത്തിൽ നിന്നൊന്ന് കരകയറി വന്നാൽ മതി എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിലായിരിക്കും നമ്മൾ അല്ലേ. നമുക്ക് ദേഷ്യങ്ങളില്ല, വൈരാഗ്യങ്ങളില്ല, ശത്രുക്കളില്ല, നമുക്ക് മറ്റൊന്നും ആ സമയത്ത് അലട്ടില്ല. എങ്ങനെയെങ്കിലും ആ വന്ന അസുഖങ്ങളൊന്ന് മാറിയാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ അസുഖങ്ങൾക്ക് പോലും അങ്ങനെയാണെങ്കിൽ വലിയ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക്, വലിയ രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരാളുടെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ പലപ്പോഴും ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ കലിയുഗത്തിൽ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ജീവിക്കുന്ന നല്ലൊരു കൂട്ടം ആൾക്കാരും പൂർവജന്മത്തിൽ എന്തോ ശാപം ചെയ്തവരാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇപ്പം ജർമ്മനി അല്ലെങ്കിൽ UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും അവർ ഓവറായിട്ട് അവിടുത്തെ സിറ്റിസണിന് ഈ മരുന്ന് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഒന്നും അങ്ങനെ അവർ മരുന്ന് കൊടുക്കത്തില്ല. അവർ വൈറ്റമിൻ ടാബ്ലറ്റ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ ഒന്ന് അതുമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒന്ന് ഡെവലപ്പ് ആക്കാൻ നോക്കും. നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും വളർന്നിട്ടില്ല, അവർ ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ശരിയാകുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, എല്ലാ ഇതിനും ഒരു നല്ല വശവും മോശവശവും ഉണ്ട്. ഇവിടെ മിക്ക ഹോസ്പിറ്റലുകളിലും നിറഞ്ഞിരിക്കും 1 കോടിയും 2 കോടിയും 3 കോടി രൂപയും ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് അവർ വന്ന് ട്രീറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന വലിയ ഹ്യൂജ് ബിസിനസ്സായിട്ട് മെഡിക്കൽ ഫീൽഡും ഇത് മാറിയിട്ടുണ്ട്. അത് അവരുടെ കഴിവ്, ഒരു വിഷയത്തിന് സാധ്യതകളുള്ളതാണല്ലോ കച്ചവടക്കാർ നോക്കുന്നതും. അവർ ആ സാധ്യതയാണ്, ഇവിടെ ലാഭം കിട്ടും എന്നുള്ളതാണ്, അത് അവരുടെ കഴിവാണ്. അത് മോശമൊന്നുമല്ല, അത് അവരുടെ കഴിവാണ്, അത് അവരുടെ ജീവിത മാർഗമാണ്, അവരതിനു വേണ്ടി ജനിച്ചവരാണ്, അത് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നോക്കിയാൽ ആ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ടും അതിൻ്റെ ടെക്നോളജികൾ വളരുന്നത് കൊണ്ടും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരു രോഗിയാവുമ്പോഴാണ്. നമുക്ക് രോഗിയാവാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ ഉപയോഗിക്കാമല്ലോ, ഇന്നത്തെ ടെക്നോളജികൾ യൂസ് ചെയ്യാമല്ലോ. നമുക്ക് രോഗിയായതിനു ശേഷമാണ് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഒരു അസുഖം വന്നതിന് ശേഷം. പക്ഷേ അസുഖം വരുന്നതിന് മുമ്പ് ഇന്നത്തെ പഠന മികവും, പണ്ടാണെങ്കിലും പഠന മികവും ഒക്കെ ഉണ്ട്, ആയുർവേദമാണെങ്കിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആയുർവേദത്തിൽ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് വലിയ റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആയുർവേദം ഒരു സിലബസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിലൊക്കെ, അതിന് ശേഷവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആയുർവേദം ഒരു പാഠ്യപദ്ധതി ആക്കാൻ പോലും ശ്രമിച്ചത്. കാരണം അത്രത്തോളം വൈദേശികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിലുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കാരണം ദേശീയമായിട്ടുള്ള നമ്മുടെ എല്ലാം, ഇപ്പം നമ്മളിപ്പോൾ UAE പോയി താമസിച്ച് നോക്കണേ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും താമസിക്കണം, പ്രത്യേകിച്ച് UAE ഈ അടുത്ത കാലത്ത് വളർന്നു വന്നൊരു രാജ്യം. പക്ഷെ അവരുടെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ പാരമ്പര്യത്തെയൊക്കെ അവർ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതൊന്ന് കാണണം. അവരുടെ എല്ലാ ടെക്നോളജികളും യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും, ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്. കാരണം അവർക്ക് അത്രയും ഫണ്ടുണ്ട്, അവരത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും അവിടുത്തെ നാട്ടുകാർക്ക് അവിടുത്തെ രാജ്യത്തിനെതിരെയോ അവിടുത്തെ സംസ്കാരത്തിനെതിരെയോ തിരിച്ചു പറഞ്ഞാൽ അപ്പം പ്രശ്നമാണ്. അവർ പറയാറില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായതെല്ലാം വളരെ പരമപുച്ഛത്തോടുകൂടി പറയുക എന്നുള്ളതാണ് ഒരു ക്രെഡിറ്റായിട്ട് ഉള്ളത്. അപ്പം
ഈ പണ്ട് കാലത്ത് ആയുർവേദത്തിലാണെങ്കിലും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ചുകളും അങ്ങനെയുള്ള ആൾക്കാർ നടത്തി 100-300 വർഷമായിട്ട് വലിയ ഡീപ്പായിട്ടുള്ള റിസർച്ചുകളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. അതിന് അതുപോലെ ഫണ്ട് മുടക്കണം. അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുർവേദം ആ രീതിയിൽ ഡെവലപ്പായി വരും. വരും കാലങ്ങളിൽ ചിലപ്പോൾ അതുണ്ടാവുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് എമർജൻസി മെഡിസിൻസ് അല്ലാത്ത രോഗങ്ങളില്ലേ, ആർത്രൈറ്റീസ് പോലെ, അല്ലെങ്കിൽ മുട്ടിന് വേദന, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉഴിച്ചിൽ പിഴിച്ചിൽ കൊണ്ടൊക്കെ മാറുന്ന പലയിടത്തും സർജറി വേണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരുടെയും അസുഖങ്ങൾ മാറിയ ചരിത്രമുണ്ട്. എന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു, അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് അലോപ്പതി മെഡിസിൻ തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഏരിയകളൊക്കെ വല്ലാണ്ട് ഡെവലപ്പായിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ ആ ഏരിയകളൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ ഫണ്ട് മുടക്കി അത്രത്തോളം റിസർച്ചുകൾ വേൾഡ് വൈഡായിട്ട് വരുന്നൊരു കാലം വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലവും എത്രയൊക്കെയാണെങ്കിലും പ്രപഞ്ചത്തിലുള്ള സാധ്യതകളെ മനുഷ്യന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ചവിട്ടി വെച്ചാലും അത് വരാനുള്ളതാണെങ്കിൽ ആ സമയമാകുമ്പോൾ വരും. അതിനിപ്പം എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആരൊക്കെ ചവിട്ടി വെച്ചാലും ചിലപ്പോൾ 10, 200, 300, ചിലപ്പോൾ 500 വർഷം വരെ ചിലപ്പോൾ ചവിട്ടി വെച്ചേക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ തിരിച്ച് അത് പൊങ്ങി വരാൻ അതിന് ആ സമയത്ത് അതിൻ്റെ കാലം വരും. അത് പൊങ്ങി വരികയും ചെയ്യും. നമ്മൾ കുറേ വർഷത്തെ കാര്യങ്ങൾ ലോകത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അലോപ്പതി മെഡിസിൻസിനെ രോഗം വന്നതിന് ശേഷം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്തു നിന്ന് അടുത്തേക്ക് പറഞ്ഞു വിടും, അടുത്തടുത്തു നിന്ന് അടുത്തേക്ക് പറഞ്ഞു വിടും. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ലാസ്റ്റ് ഒരു കൊച്ചു കുരു ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് അത് സർജറിയിലേക്ക് കൊണ്ടുവരും. പല ഡോക്ടർമാർക്കും അതിശക്തമായിട്ടുള്ള രീതിയിൽ, ഡോക്ടർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം, ഇത് ആരെയും വ്യക്തിപരമായിട്ട് പറയുന്നതല്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ഉണ്ട് പലർക്കും. പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും ടാർഗറ്റ് ഉണ്ട്. കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ്സുകളും കാര്യങ്ങളുമാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പം ഡോക്ടർമാർക്ക് സ്വാഭാവികമായിട്ടും പ്രഷർ വരും. അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി അവർക്ക് പലതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ പോകുന്ന ഓരോരുത്തരുടെയും നമ്മളെ ഒരു പനിയായിട്ട് പോയിട്ട് ലാസ്റ്റ് ചെറിയ ഒരു ട്യൂമർ ഉണ്ട്, അത് കീറിയെടുത്ത് ബയോപ്സിക്ക് വിടണം, അതിന് വിടണം, ഇതിന് വിടണം, 100 കൂട്ടം പ്രശ്നങ്ങൾ ലാസ്റ്റ് കൊണ്ടുവരും. ഇപ്പം ഈ അടുത്ത സമയത്ത് എൻ്റെ മാമനെയും കൊണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, എൻ്റെ അച്ഛനെയും, 2 പേരും എന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഡോക്ടർ പറയുന്നത് എൻ്റെ സർജറി ഭാവിയിലെങ്ങാനും ചെയ്താൽ മതി, ഇപ്പോൾ 70 വയസ്സില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അത് കൊണ്ടുപോയിട്ട് സർജറി ഇപ്പോൾ വേണോ എന്ന് പറഞ്ഞതിന് ഡോക്ടർ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സർജറി ഇപ്പോൾ വേണോ പിന്നെ നോക്കിയാൽ പോരെന്ന് പറഞ്ഞപ്പോൾ, എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുക ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത്. ഭാവിയിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിക്കോളും, ബുദ്ധിമുട്ടാവാതിരിക്കാനല്ലേ പറഞ്ഞത്. 71 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. ചെറിയൊരു ഒരു ഒരു കൊഴുപ്പടിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് വേണമെങ്കിൽ ഒന്ന് കുത്തി ബയോപ്സിക്ക് വല്ലതും ഒന്ന് വിട്ട് നോക്ക്, അല്ലെങ്കിൽ അത് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അത് അങ്ങനെ ഇരിക്കട്ടെ, സ്കാൻ ചെയ്ത് നോക്കുക. അങ്ങനെ പുള്ളി കുറേ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാവണമെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് അങ്ങനെ അങ്ങ് വിട്ടു. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക എന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. ചിലപ്പം ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ച് വിടാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞതാണെന്നോ ഒക്കെ വേണേൽ പറയാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ നന്നായി സംരക്ഷിക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതിനുശേഷം ഒരു 30+ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ വല്ലപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യുകയും, മൊത്തത്തിൽ ബ്ലഡ് ചെക്ക് ചെയ്യുകയും, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധുനികമായിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്കാനിങ് പോലെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാറുക എന്നുള്ളതാണ്. അല്ലാതെ അസുഖം വന്ന ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഓരോ ഹോസ്പിറ്റലിലും ഒരു കല്യാണത്തിനുള്ള ആളുണ്ടാവും ദിവസം. നമ്മുടെയൊക്കെ കൊച്ചിലെ നമ്മൾ അത്രയും ആൾക്കാരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള ഉത്സവപ്പറമ്പുകളിലും കല്യാണത്തിനുമാണ്. ഇവിടെ ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും അത്രയും ആൾക്കാരുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ പലരും വിദേശത്ത് ജർമ്മനിലാണെങ്കിലും അല്ലെങ്കിൽ
ഈ UK-യിലാണെങ്കിലും ഒക്കെ നേഴ്സായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതിന് നമ്മുടെ നാട്ടിലുള്ളവർ പറയുന്നത് അവിടെ അങ്ങനെ അവർ അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല എന്നാണ്. ഡെവലപ്ഡ് കൺട്രിയാണത്. ഫണ്ടുള്ള സ്ഥലമാണ്. ടെക്നോളജിക്കലി ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പലതും. എന്നിട്ടും അവരവരുടെ സിറ്റിസണിനെ അങ്ങനെ അവർ ഫുൾ ഇൻഷുറൻസ് ഉള്ളവരാണ്. എന്നിട്ട് അവരവരുടെ സിറ്റിസണിനെ നോക്കുന്ന ഈ ഒരുപാട് കെമിക്കൽസൊക്കെ അടിച്ച് കയറ്റി ഒന്നാമതിന് പകരം ജീവിതചര്യയിലൂടെയും ഒക്കെ മാറ്റിക്കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്. അസ്ട്രോളജി പഠിക്കുന്നവർക്ക് ഏതൊക്കെ രോഗം വരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇപ്പോൾ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്ന് പറയുന്നത് രോഗം ഇന്നിടത്ത് ഇന്ന ഗ്രഹം നിന്നുകൊണ്ടാണ് രോഗം വന്നതെന്നൊക്കെയുള്ള അന്ധവിശ്വാസമാണ് ഇപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട്. ഈ പൊട്ടന്മാരോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് പല പ്രാവശ്യവും എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യവും ഈ ഗ്രഹങ്ങൾ വാസ്തവത്തിലൊന്നും ചെയ്യുന്നില്ല. നക്ഷത്രാണി ഗ്രഹാശ്ചൈവ ശുഭാശുഭ നിവേദക എന്ന് മഹാഭാരതത്തിൽ വ്യാസൻ തന്നെ പറയുന്നുണ്ട്. ഈ ശുഭാശുഭങ്ങളുടെ സൂചനകൾ മാത്രമാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തരുന്നത്. എന്തിൻ്റെ സൂചനയാണ്? ശുഭാശുഭത്തിൻ്റെ സൂചനകൾ എന്താണ്? വാസ്തവത്തിൽ എന്തിനെ ബേസ് ചെയ്താണ് ശുഭാശുഭ സൂചനകൾ വരുന്നത്? പൂർവജന്മാർജിതം കർമ്മം ശുഭം വാ യദീവാ ശുഭം തസ്യ ഭക്തിം ഗ്രഹാ സർവേ സുജയന്തീഹ ജന്മനി. ജന്മനി അതായത് പൂർവജന്മാർജിതം കർമ്മം, പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മത്തിൻ്റെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിൻ്റെ ഭാഗമാണ് ഇതെന്ന്. ഈ വിഷയത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസ്ട്രോളജി നോക്കുകയും ചെയ്ത് അസ്ട്രോളജി വീഡിയോ കാണുക പോലും ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് അസ്ട്രോളജി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് ഞാൻ തുടക്ക ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്. പൂർവ്വജന്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നങ്ങ് വിശ്വസിക്കണം. അത് ഉറപ്പിച്ചുകൊണ്ട് വേണം, ആ ഒരു ബേസിൽ വേണം ഇത് ചെയ്യാൻ. പൂർവ്വജന്മാർജിതം കർമ്മം. അതുപോലെ തന്നെ രോഗങ്ങൾ വരാനുള്ള കാരണത്തെപ്പറ്റി മറ്റൊരു ശ്ലോകം പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ശ്ലോകമാണ്. പൂർവ്വജന്മ ഹൃതം ഭാവം വ്യാധിരൂപേണ ജായതേന്ന്. പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള ദുഃഖങ്ങളാണ്, പാപങ്ങളാണ്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പോയ കാര്യങ്ങളാണ്, മറ്റ് സ്വാർത്ഥതയായിട്ട് ചെയ്ത കാര്യങ്ങളാണ്, പ്രഷറൈസ് ചെയ്ത കാര്യങ്ങളാണ് വ്യാധിയായിട്ട് വരുന്നത് എന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്, അതിൽ നമുക്ക് അസുഖം വരാൻ സാധ്യതയുള്ള 6th ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഈ പൂർവാർജിത കർമ്മത്തെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗത്തെക്കുറിച്ച് കണ്ടുപിടിക്കുക എന്നുള്ള മെഡിക്കൽ അസ്ട്രോളജി വളരെ വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് നോക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചോളുക. ഞാൻ അതിനൊരു തുടക്കം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് കാലാങ്കാനി വരാങ്കമാനന ഒരു എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്, വരാഹമീരഹോരയിൽ. അതിനകത്ത് കാലപുരുഷൻ, ടൈം പേഴ്സണിഫൈഡ് കാലപുരുഷൻ്റെ ധർമ്മത്തെക്കുറിച്ചും പറയുന്ന ഒരു ശ്ലോകം വരാഹോരയിൽ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അതെന്ന് പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സമയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കാലം. രണ്ടാമത്തത് പുരുഷൻ, പുരിയിലിരിക്കുന്നത് ജീവൻ എന്നുള്ള അർത്ഥമാണ്. ഇത് രണ്ടുപേരെയും കൂടി, ഈ രണ്ട് വാക്കുകളും കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു വാക്കായിരിക്കും കാലപുരുഷൻ എന്ന്. അപ്പം ചില പണ്ഡിതന്മാർ കാലപുരുഷനെ വിരാട സ്വരൂപമായിട്ടും, വൈഷ്ണവർ, ചില പണ്ഡിതന്മാർ ശൈവരായിട്ടുള്ളവർ മഹാദേവനായിട്ടും, ഭഗവതി ഉപാസകർ ശാക്തേയരായിട്ടുള്ളവർ കാലപുരുഷനെ മഹാദേവിയായും കാണുന്നു, പരാസ്വരൂപിണിയായി പരമേശ്വരിയായിട്ടും കാണുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഉപാസനാദേവത തന്നെ കാലപുരുഷനും കാലാതീതമായ, കാലവും നീ തന്നെ, കാലാതീതമായിട്ടുള്ള അവസ്ഥയും നീ തന്നെ. അപ്പം കാലവും പുരുഷനും ഈശ്വരം സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി. സർവ്വതിനെ ഉള്ളിൽ ഇരിക്കുന്നത് യന്ത്രാരൂഢാനിമായ യന്ത്രരൂപത്തിലിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന സർവ്വതിൻ്റെയും ഉള്ളിലിരിക്കുന്ന ഭവിച്ചതിൻ്റെയും കാലത്തിൽ ഭവിച്ച സർവ്വതിൻ്റെയും ഉള്ളിലിരിക്കുന്നത് സർവ്വചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്ന ഈശ്വരനാണെന്നും അതിൻ്റെ ഓരോ സ്ഫുരണങ്ങളും ഓരോ കർമ്മഫലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പം
അതിൽ ജ്യോതിഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കാലപുരുഷൻ്റെ സ്വരൂപത്തെ ഒരു 360 ഡിഗ്രിയുള്ളൊരു സർക്കിളായിട്ട് അങ്ങ് മാറ്റും. ആ 360 ഡിഗ്രിയുള്ള സർക്കിൾ തന്നെയാണ് ഈ കാലപുരുഷൻ തന്നെയാണ് ഭാവപുരുഷൻ. ഭാവപുരുഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജാതകമാണ്. അപ്പം ആ കാലപുരുഷൻ്റെ അവയവത്തെ, നിസർഗമായിട്ടുള്ള അവയവത്തെ സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്ലോകം: കാലാങ്കാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡ വസോഹൃദോ വസ്തിർ വ്യഞ്ജന മുരുജാനയുകളെ ജംഗേ തഥോ അംഗ്രിദ്വയം. ഇങ്ങനെയാണ്. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ മേടത്തിൽ തുടങ്ങി, മേടത്തിൽ ശിരസ് തുടങ്ങി മീനത്തിൽ അവസാനിക്കുന്ന ഒരു വലിയ സർപ്പം പോലെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സർപ്പസ്വരൂപനായിട്ടിരിക്കുന്ന, അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ പുരുഷൻ, അത് അനന്തമായി ഒഴുകുന്ന കാലമാവുന്ന പുരുഷൻ, അത് സർപ്പസ്വരൂപമായിരിക്കുന്ന അല്ല കാലപുരുഷൻ്റെ ശിരസ് മേടം, അതാണ് വരാംഗം. മേടം ശിരസാണ്, ഇടവം മുഖമാണ്, ആനനം. വരാംഗം ആനനം, അതായത് കാലാങ്കാനി വരാംഗം, കാലസ്വരൂപൻ്റെ അംഗങ്ങളിൽ വരാംഗം ശിരസാണ്, ആനനം എന്ന് പറയുന്ന മുഖമാണ്, അത് ഇടവൻ രാശിയാണ്. ഉരസ് മാറിടം, അത് മിഥുനൻ രാശിയാണ്. ഹൃത്ക്രോഡ, അതിൽ ഹൃത് എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് കർക്കിടകവും, ക്രോഡം എന്ന് പറഞ്ഞാൽ ഉദരം ചിങ്ങവുമാണ്. വസോഹൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടിപ്രദേശം, അത് കന്നിയാണ്. വസ്തി, പൊക്കിളിൻ്റെ കീഴ്ഭാഗം വരുന്നത് തുലാൻ രാശിയാണ്. വ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയം, അത് വൃശ്ചികരാശിയാണ്. ഉരുയുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടകൾ, ധനുരാശിയാണ്. ജാനുയുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടുകൾ, മകരൻ രാശിയാണ്. ജംഗകൾ, കണങ്കാലുകൾ, അത് കുംഭൻ രാശിയാണ്. അംഗ്രിദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാദങ്ങളാണ്. അപ്പം കാലാങ്കാനി വരാംഗമാനനമുരോ ഹൃത്കോടോ വസോഹൃദോ വസ്തിർ വ്യഞ്ജന മുരുജാനയുകളെ ജംഗേ തഥോം അംഗ്രിദ്വയം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നുള്ള 12 രാശികളെ 12 ഭാവമായിട്ട് ശിരസ്, മുഖം, മാറിടം, ഹൃദയം, ഉദരം, കടിപ്രദേശം, പൊക്കിളിൻ്റെ കീഴ്ഭാഗം, ജനനേന്ദ്രിയം, തുടകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിങ്ങനെയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇത് തന്നെ നമുക്ക് ഭാവപുരുഷനെയും ഉപയോഗിക്കും. ഇപ്പം എല്ലാവരും അങ്ങ് മേടൻ രാശിയിൽ ജനിക്കത്തൊന്നുമില്ലല്ലോ. അപ്പം ഓരോ ഭാവങ്ങളിൽ, ഇപ്പം കാലാങ്കാനി വരാംഗമാനനം ഉരോ എന്ന് പറയുമ്പം വരാംഗം എന്ന് പറയുന്ന ശിരസാണ്. അപ്പം ശിരസ് മാത്രമല്ല കേട്ടോ, ആ ഒരു അവയവ സമുച്ചയം തന്നെ അവിടെ പറയും. ഇതിനെ നമുക്ക് ഭാവപുരുഷനായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഭാവപുരുഷ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ജനിക്കുന്ന ലഗ്നം അയാളുടെ 1-ാം ഭാവം തന്നെ ആണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഭാവപുരുഷ സങ്കല്പത്തെ നമുക്കൊന്ന് നോക്കാം. ഇതേ ശ്ലോകത്തിൻ്റെ കാലപുരുഷൻ്റെ 1-ാം ഭാവമാണ് മേടം എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഷാദി പറഞ്ഞ കാര്യങ്ങളെ നമ്മളിവിടെ ഭാവം തുടങ്ങുമ്പം ഭാവം തൊട്ട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഭാവം തൊട്ട് പറയണം. അപ്പോൾ 1-ാം ഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വരാംഗം എന്ന് പറയുന്ന 1-ാം ഭാവം, കാലാങ്കാനി വരാംഗമാനനം ഉരു എന്ന് പറഞ്ഞാൽ അത് ആ ഭാവപുരുഷൻ്റെ ഇതിനായിട്ട് വരാംഗമാനനം ഉരോ എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ 1-ാം ഭാവം ശിരസ്, 2-ാം ഭാവം മുഖം, 3-ാം ഭാവം കഴുത്ത്, 4-ാം ഭാവം ഹൃദയം, 5-ാം ഭാവം ഉദരം ക്രോഡം, 6-ാം ഭാവം കടിപ്രദേശം, 7-ാം ഭാവം പൊക്കിളിൻ്റെ കീഴ്ഭാവവും, അഷ്ടമം എന്ന് പറയുന്നത് 8-ാം ഭാവം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങൾ, 9-ാം ഭാവം തുടകൾ, 10-ാം ഭാവം കാൽമുട്ട്, 11-ാം ഭാവം കണങ്കാല്, 12-ാം ഭാവം പാദദ്വയം, അംഗ്രിദ്വയം, പാദങ്ങൾ 2 ഇതൊക്കെ നമ്മൾ ദൈവപ്രശ്നത്തിന് നന്നായിട്ട് ഈ കാലാങ്കാനി വരാംഗമാനനം ഒരു ഹൃത്കോട എന്നുള്ള ഈ ശ്ലോകം ദൈവപ്രശ്നത്തിന് പലരും ഉപയോഗിച്ച് അതിൻ്റെ ഫലം കൃത്യമായിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ പല ഗ്രഹങ്ങളും അവിടെ നിന്നിട്ട് ഇപ്പോൾ വിഗ്രഹം പൊട്ടി അല്ലെങ്കിൽ വിഗ്രഹത്തിനടുത്ത് ക്ഷതമുണ്ട് എന്നൊക്കെയുള്ളത് ഈ ശ്ലോകം വെച്ചും നക്ഷത്രങ്ങളുടെ ഭാവം കൂടെ വെച്ചുമൊക്കെ
പറയുന്ന കണ്ടുണ്ട്. വിഗ്രഹത്തിൽ തീ പിടിച്ചു ഇന്ന ഭാഗത്ത്, ഇപ്പം ചൊവ്വയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിൽ വിഗ്രഹത്തിന് തീ പിടിച്ചു എന്നൊക്കെ പറയുന്നതും, ഈ ദേവപ്രശ്ന സദസ്സുകളിൽ പോയിരുന്ന കുറേ കാലം കുറേ സദസ്സുകളിൽ പോയിരുന്ന് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമായിട്ട് ദേവന് എവിടെയെങ്കിലും കേടുപാടുകളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു വിഷയം വരുന്ന സമയത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ പലർക്കും ഈ ഇപ്പം ഉദാഹരണത്തിന് അടുത്ത സമയത്ത് ഒരാളുടെ ചന്ദ്രാൽ 11-ാം ഭാവമാണ് കുംഭൻ രാശി. കാരണം മേടക്കൂറുകാരനായ ഒരാളുടെ ചന്ദ്രാൽ 11-ാം ഭാവമാണ് ഈ കുംഭൻ രാശി. അപ്പോൾ ഈ കുംഭൻ രാശിയിലേക്ക് രാഹു വന്ന സമയത്ത്, ആ രാഹു വന്ന സമയത്ത് അവരുടെ കാലിന്, അവർക്ക് ആ സമയത്ത് രാഹുർദശയും രാഹു അപഹാരവും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ കണങ്കാലിനൊരു വിഷയം വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, കൺസൾട്ടേഷൻ എടുത്ത് ഇത് കണ്ടപ്പം അപ്പോൾ ഒരു തോന്നിയതാണ് ഈ കാലാങ്കാനി വരാങ്കമാനനം ഒരു എന്നുള്ള ഒരു ശ്ലോകം നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ഗുരുക്കന്മാരും ഈശ്വരനും തോന്നിപ്പിച്ചതുകൊണ്ട്, ഉപാസന ദേവത തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനൊരു വിഷയം വരാൻ ഉള്ള സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞപ്പം ആ ഭാഗത്ത് അവർക്ക് എന്തോ ഒരു അടി കിട്ടിയിട്ട്, അതായത് ഒരു ജോലി എടുത്തൊന്ന് പോയിട്ട് എന്തോ ഒരു സാധനം വന്ന് അടിച്ചിട്ട് കമ്പി, ആ ഒരു ഏരിയ കണങ്കാൽ ഏരിയയിൽ കുറേ കാലമായി നീരും വീക്കവും ഒക്കെ ആയിട്ട് അത് ഇൻഫെക്ഷനായി അത് കീറി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഈ മേടക്കൂറുകാരായിട്ടുള്ള പലർക്കും ആ അനുഭവങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ചിലവർക്കത് ചെറിയ എന്തെങ്കിലും കടിച്ച് ചൊറിഞ്ഞ് ഇൻഫെക്ഷൻ ആകുക, ചില ആൾക്കാർക്കത് വേറെ രീതി. അപ്പം ഈ ഒരേ അനുഭവം പലർക്ക് വന്നപ്പം ആ രാഹുവിൻ്റെ ട്രാൻസിറ്റ് പുറമോട്ടുള്ള ഇത് വന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷെ അത് വരണമെങ്കിൽ വെറുതെ വന്നാൽ പോരാ, രാഹുവിൻ്റെ ദശയും അപഹാരവും ജാതകത്തിൽ ആ രാഹു അത്രയും വിഷമുള്ള രാഹു ആയിരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ പല ഗ്രഹങ്ങളുടെ സ്വഭാവവും രീതികളും അനുസരിച്ച് നിങ്ങൾക്ക് ഈ ശ്ലോകം ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്ലോകമുണ്ട്, പെട്ടെന്ന് ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു ഗ്രഹം പിഴച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു അസുഖമുണ്ടോ എന്നുള്ളത് അവർക്ക് സ്ഥിരമായി അലട്ടാൻ സാധ്യതയുള്ള ഒരു വിഷയങ്ങൾ നമുക്ക് എടുത്തു പറയാം, വളരെ ലളിതമായിട്ടുള്ളത്. അപ്പം സൂര്യാദീനാം കുക്ഷി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സൂര്യൻ വയറിനെയും ചന്ദ്രൻ ഹൃദയത്തെയും കുജൻ ശിരസിനെയും ബുധൻ നെഞ്ചിനെയും, നെഞ്ചിൻ്റെ ഭാഗങ്ങളെയും, വ്യാഴം തുടകളെയും, ശുക്രൻ മുഖത്തെയും, ശനി കാൽമുട്ടുകളെയും ജോയിൻസിനെയും, രാഹു കാലുകളെയും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബുധൻ ത്വക്കിനെയും ഞരമ്പുകളെയും കൂടി സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരാളുടെ ജാതകം കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ സൂര്യൻ പിഴച്ച് നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ 6-8-12 പോവുക, 6-ാം ഭാവം യോഗം ചെയ്യുക, വളരെ മോശമായ ഒരു ഇതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം, വയറിന് സ്ഥിരമായിട്ട് അലട്ടലുകളും പ്രശ്നങ്ങളും ഉണ്ടോ എന്നുള്ളത്. ചന്ദ്രനിമിത്തവും വയറിന് പ്രശ്നം ഉണ്ടാവും. ചന്ദ്രനിമിത്തം ഉണ്ടാകുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആണ്, ബൗൾ സിൻഡ്രം പോലുള്ള കാര്യങ്ങളാണ്, അത് വേറെയാണ്. ഇവിടെ അതല്ല, നിരന്തരമായിട്ടുള്ള ആസിഡിറ്റി, ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ സൂര്യന് വരും. പ്രത്യേകിച്ച് ചിങ്ങൻ ലഗ്നക്കാർക്ക് ഇത് ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ മേടം ലഗ്നക്കാർക്കും ഇത് കണ്ടിട്ടുണ്ട്. മേടം ലഗ്നക്കാർക്കും ചിങ്ങൻ ലഗ്നക്കാർക്കും ഒരുപോലെ ഈ ഉദരപ്രശ്നങ്ങൾ വേട്ടയാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒബ്സർവേഷന് കൊടുക്കാം. അപ്പം സൂര്യൻ വയറിൻ്റെ കാരകനാണ്, അല്ലെങ്കിൽ സൂര്യൻ വയറും ചന്ദ്രൻ ഹൃദയവും കുജൻ ശിരസും ബുധൻ നെഞ്ചും വ്യാഴം തുടകളും ശുക്രൻ മുഖവും ശനി കാൽമുട്ടുകളും രാഹു കാലുകളെയും സൂചിപ്പിക്കുന്നു. കേതു തിരിച്ചറിയാത്ത രോഗങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഗുളികനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഗുളികൻ വേറെ കുറച്ച് ഏരിയയാണ്. ഗുളികന് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കത് പറയുകയും ചെയ്യാം. അപ്പം അങ്ങനെയുണ്ട് ശ്ലോകങ്ങൾ. അപ്പം ഇതൊക്കെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് തുടക്കം എന്നുള്ള രീതിയിൽ. ഇതിന് ശേഷം കാലാങ്കാനി വരാങ്കമാനനം ഒരു എന്നുള്ള ശ്ലോകം ഭാവപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞത്, നമുക്കൊന്ന് വിശദമായിട്ട് അതൊന്ന് നോക്കാം.
ഒന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാൻ, ഒന്നാം ഭാവത്തിൽ ഗുളികൻ അല്ലെങ്കിൽ 6, 8, 12 ഭാവാധിപൻ ഒക്കെ വന്നാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റി ഒന്ന് പറയാം. സാധ്യതയുള്ള രോഗമാണ്, രോഗം വരും എന്നല്ല, സാധ്യത. കാരണം പല ഗ്രഹങ്ങൾക്കും പല ഗ്രഹങ്ങൾ ഭേദമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശനി വന്നാൽ രോഗം വരാമെന്നുണ്ടെങ്കിൽ ശനിക്ക് സൂര്യൻ്റെ ദൃഷ്ടിയോ ബന്ധമോ ഉണ്ടെങ്കിൽ ശനിക്ക് സൂര്യൻ വേദമാണ്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾ വേദം വരും. അപ്പോൾ ആ ശനിയുടെ ശക്തി കുറയും. പിന്നെ വ്യാഴദൃഷ്ടി ഉണ്ടെങ്കിൽ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നുള്ള പ്രമാണമുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോഴത്തേക്ക് ആ ദോഷങ്ങൾ കുറയും. അങ്ങനെ ഓരോ ഭാവങ്ങളിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പം വരാൻ സാധ്യതയുള്ള കർമ്മസൂചനയാണ് കാണിക്കുന്നത്. ആ സൂചനയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റുകയും അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ 5-8 കാര്യങ്ങൾ എങ്ങനെ നോക്കിയാലും രാശി, ഭാവം, തൽപ്പതി, കാരകാക്യ ഗ്രഹം, സ്ഫുടങ്ങൾ, അഷ്ടവർഗങ്ങൾ, ഗോചരം, ദശ എല്ലാം കൂടി ഒരുപോലെ പിഴച്ചാണ് വരുന്നതെങ്കിൽ അത് ദൃഢഫലമാണ്, അത് അസുഖം വരും. എന്നാൽ 1-2 കാര്യങ്ങൾ വെച്ചിട്ട് പേടിക്കാൻ നിൽക്കരുത്. ചില ആൾക്കാർ ഈ പഠിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഒരു വിചാരം ജ്യോതിഷം മൊത്തം ഒന്നും മനസ്സിലായില്ല. വർഷങ്ങളെടുത്താലും ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ എത്രത്തോളം മെൻ്റലി വികസിക്കുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ നമ്മുടെ അറിവുകൾ വികസിച്ച് വരുന്നത്. അപ്പം ഞാൻ സാധ്യതയുള്ള ഓരോ ഭാവത്തിലും 6, 8, 12 ഭാവാധിപന്മാർ കുജനും ശനിയും, ഇതാണ് രോഗകാരകൻ. 6-ാം ഭാവത്തിൻ്റെ കാരകന്മാർ ഇവരാണ്. ഇവരുടെ ബന്ധത്തോട് കൂടിയിട്ട് ഓരോ ഭാവങ്ങളിലും 6 കുജൻ, ശനി, ഗുളികൻ ഇവരുടെ ബന്ധത്തോട് കൂടിയിട്ട് നിന്നാൽ എന്തൊക്കെ രോഗം ഓരോ ഭാഗങ്ങളിൽ വരാം എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറയാം. മുമ്പേ പറഞ്ഞ കാര്യങ്ങളോട് ഇതിനോടൊപ്പം കൂട്ടി യോജിപ്പിക്കുക. ആ കാലാങ്കാനി വരാങ്കമാനനം ഉരോ എന്നുള്ള ശ്ലോകവും കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം 1-ാം ഭാവം എന്ന് പറയുന്നത് ശിരസ്, തലച്ചോറ്, ശരീരം, ആ ജാതകൻ തന്നെ അയാളുടെ ദേഹസ്യ സൗഷ്ഠവം, ദേഹം മൊത്തവും, തലമുടി, ശരീരാകൃതി, ത്വക്ക്, നിദ്ര, ആരോഗ്യം, ആയുസ്, പ്രവർത്തനശൈലി തുടങ്ങിയവ 1-ാം ഭാവമാണ്. അപ്പം ഈ 6-ാം ഭാവാധിപൻ ലഗ്നത്തിൽ വരിക, കുജൻ ശനി ലഗ്നത്തിൽ വരിക, ഗുളികൻ വരിക, 22-ാം ത്രേക്കാണാധിപൻ വരിക എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു ചതവിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ. അപ്പോൾ 2-ാം ഭാവം എന്ന് പറയുന്നത് മുഖം, വലത്തെ കണ്ണ്, പല്ല്, വായ്, നാക്ക്, മൂക്ക്, സംഭാഷണം, സ്വന്തമായി ഉണ്ടാക്കുന്ന കുടുംബം, നഖം, മനസ്ഥൈര്യം, ഭരണം, ധനം തുടങ്ങിയവയാണ് 2-ാം ഭാവം, വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ ഈ 2-ാം ഭാവത്തിൽ 6, 8, 12 ഭാവാധിപന്മാർ വരിക, അവിടെ ശനി കുജൻ യോഗം വരിക, സ്ഥിതി വരിക, അവിടേക്ക് ഗുളിക ബന്ധം വരിക, 22-ാം ത്രേക്കാണാധിപ ബന്ധം വരിക എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിഷയം വരും. അപ്പം വായു, നാക്ക്, മൂക്കിനൊക്കെ പ്രശ്നങ്ങൾ വരാം, മുഖത്തിന് പ്രശ്നങ്ങൾ വരാം, വിദ്യാഭ്യാസത്തിൻ്റെ തടർച്ച വരാം, സംഭാഷണത്തിൽ കുജരി ശരിയൊക്കെ 2 ചെയ്ത് കഴിഞ്ഞാൽ സംഭാഷണത്തിൽ വളരെ രൂക്ഷമായിരിക്കും. അപ്പം എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞങ്ങൾ ഈ വിഷയം ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആചാര്യ ഉണ്ണിമാഷിൻ്റെ അടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഭാവങ്ങളിലെ ഓരോ ഗ്രഹങ്ങളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മോശം വിഷയം വന്നാൽ, എന്തെങ്കിലും ഒരു രൂക്ഷ വിഷയം വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും രൂക്ഷമായിട്ട് പറഞ്ഞാൽ അപ്പം പറയുന്നത് അയാൾക്ക് അഗ്നിമാരുത യോഗം ഉണ്ടാവും 2-ാം ഭാവത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ജ്യോതിഷ ഭാഷ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുജനോ ശനിയോ 2-ൽ നിൽക്കുക, 2-ലേക്ക് 6-ാം ഭാവാധിപൻ്റെ 22-ാം ത്രേക്കാണാധിപൻ്റെ ബന്ധം വരിക, ഗുളിക ബന്ധം വരികയൊക്കെ ചെയ്താൽ മുഖം, വലത്തെ കണ്ണ്, പല്ല്, വായു, നാക്ക്, മൂക്ക്, സംഭാഷണം, കുടുംബം, നഖം, മനസ്ഥൈര്യം, ഭരണം, ധനം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു ചലക്ക് വരും. 3-ാം ഭാവം അറിയാലോ. 3-ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്, പോയി നോക്കുക. ഇത് വേഗം അങ്ങ് പോകും. കാരണം അല്ലെങ്കിൽ മണിക്കൂറുകൾ നീളും. വീഡിയോയുടെ ലെങ്ത്തും കണ്ടൻറ്റും ഒരുപാട് നീണ്ടാൽ പഠിക്കില്ല എന്ന് എനിക്കറിയാമല്ലോ. അപ്പം എന്നെക്കാളിലും വലിയ മടിയന്മാരാണ് പലരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറുതായിട്ട് പറയാം. തുടങ്ങുക, പിന്നെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക. അപ്പം 3-ാം ഭാവം വലത്തെ ചെവി, തൊണ്ട, കഴുത്ത്, വലത്തു തോൾ, ശ്വാസനാളം, അന്നനാളം, തോളിലെ എല്ല്, തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയ്ക്കുള്ള സ്ഥലം, ഈ ഭാഗം,
സ്വപ്നം കാണുന്നത് ശരീരബലം, ശൗര്യം, വീര്യം, പരാക്രമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം. ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി എന്നാണ്. ദുർബുദ്ധി എന്ന് പറയുമ്പോൾ നിശ്ചയമില്ലാതെ എടുത്തു ചാടുന്ന ഇതൊക്കെ. നിശ്ചയമില്ലാതെ എടുത്തു ചാടുക, ഒരു മനഃശാഞ്ചല്യം, ഇതൊക്കെ 3-ാം ഭാവമാണ്. കമ്മ്യൂണിക്കേഷൻ. അപ്പം സഹോദരങ്ങൾ. അപ്പം ഇവിടെ 6, 8, 12 ഭാവാധിപന്മാർ വന്നാൽ വലത്തെ ചെവിക്കോ തൊണ്ടയ്ക്കോ കഴുത്തിനോ ഒക്കെ ബന്ധപ്പെട്ടു. ഇപ്പം എനിക്ക് 3-ാം ഭാവത്തിൽ ഒരു പാപഗ്രഹ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ 3-ാം ഭാവത്തിനൊരു ബലക്ഷയമുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും എനിക്ക് തൊണ്ടയ്ക്ക് വേദനയുണ്ട്, ടോൺസിലൈറ്റീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സൈനസിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായി അലട്ടുന്നൊരു കാര്യമാണ്. അപ്പം അതിന് മരുന്ന് കഴിച്ചാലും കുറേ കാലം ഇങ്ങനെ മരുന്ന് കഴിക്കും, ഒന്ന് നിൽക്കും, പിന്നെ ആൻറ്റിബയോട്ടിക്സ് എടുക്കും, അങ്ങനെ കഴിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ജ്യോതിഷം പോലുള്ള ശാസ്ത്രം പഠിച്ച സമയത്ത് സ്വാഭാവികമായും ആ പിഴച്ചു നിൽക്കുന്ന ഗ്രഹത്തിനുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് തുടങ്ങിയപ്പം വലിയ മരുന്നുകളൊന്നും ചെയ്യാതെ അതേ ജീവിതശൈലി തന്നെ പിന്തുടർന്നിട്ടും നല്ല രീതിയിൽ രോഗം കുറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ സൈനസ് പോലുള്ള കാര്യങ്ങൾക്കുള്ള ആവി പിടിക്കലും അതുപോലുള്ള മരുന്നുകളും ഒക്കെ വീണ്ടും കഴിച്ചു തുടങ്ങിയപ്പോൾ, അലോപ്പതി മെഡിസിൻ തന്നെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരൊറ്റ ഡോസിൽ ആ അസുഖം അങ്ങ് മാറും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഒന്ന് മാറുമ്പം, അല്ലെ വേറെ ഒരു കാലാവസ്ഥ ചെന്ന് പെടുമ്പം മാത്രം ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കിടക്കുന്ന വാസന അല്ലെങ്കിൽ ആ കർമ്മഫലം ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. അപ്പം ഞാൻ പറയുന്നത്, മരുന്നിനോടൊപ്പം മന്ത്രപ്രയോഗവും വേണം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം വേണം. ഒരു അസുഖം മാറണമെങ്കിലും മരുന്ന് മാത്രം പോരാ. ഒരു സബ്സ്റ്റൻസ് മരുന്നായി ഔഷധമായ ഉള്ളിലേക്ക് ചെന്നാൽ മാത്രം പോരാ. അത് ചെല്ലുമ്പം അതിൻ്റെ റിയാക്ഷൻ സംഭവിക്കും. അതൊരു പോസിറ്റീവായിട്ട് വരണമെങ്കിൽ കാലവും കൂടി അനുഗ്രഹിക്കണം. ശരീരവും കാലവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് റെസ്പോണ്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വരികയും വേണം എന്നുള്ളതാണ്. അപ്പം അവിടെ പരിഹാരങ്ങൾ വളരെ ശക്തമാണ് അസുഖങ്ങൾക്ക്. അസുഖം വരുമ്പം അസുഖത്തിന് പരിഹാരങ്ങളോടൊപ്പം തന്നെ മരുന്നും ചെയ്യണം, മരുന്നിനോടൊപ്പം തന്നെ പരിഹാരങ്ങളും ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. കാരണം ഡോക്ടർമാരാരും ദൈവങ്ങളൊന്നുമല്ല, ഒരു ശാസ്ത്രവും പൂർണ്ണവുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ആരായാലും, ഞാനാണ് ചെയ്യുന്നതെങ്കിലും ഡോക്ടറാണെങ്കിലും അല്ല ആരാണെങ്കിലും ശാസ്ത്രം പൂർണ്ണമായിരിക്കും, പക്ഷെ പഠിക്കുന്നവർ പൂർണ്ണരൊന്നുമല്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ട്. അതുകൊണ്ട് എത്ര എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിലും അവരെ വിശ്വസിക്കാം. വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ പരമമായ സത്യമായ ഈശ്വരനെയും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉറപ്പ് കൂടും. നിങ്ങളുടെ പ്ലാസിബോ എഫക്റ്റുകളൊക്കെ വർക്ക് ചെയ്യും. പല പല കാര്യങ്ങളും നിങ്ങൾക്ക് വർക്ക് ചെയ്യുക, അതൊക്കെ പോസിറ്റീവായിട്ട് വരും. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ശാസ്ത്രം തന്നെ എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ മരണപ്പെട്ടു പോയി, ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ലോകം മുന്നോട്ട് പോകും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, സയൻറ്റിഫിക് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമോഷൻസിനെക്കാട്ടിലും കൂടുതൽ അവർ ബിസിനസ് ഓറിയൻറ്റഡ് ആണ് പലപ്പോഴും, പല ഏരിയകളിലും. നമ്മുടെ കാര്യം നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഈശ്വരനെ ആശ്രയിച്ച് നമ്മളെ സ്വസ്ഥമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആരും ദൈവങ്ങളല്ല, ആരും പരമമായ ഈശ്വര സ്വരൂപങ്ങളല്ല. ആത്യന്തികമായ തലത്തിൽ ഈശ്വരബോധമാണെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോസ് ലെവലിൽ ആരും പരമമായ ഈശ്വരബോധമല്ല എന്നുള്ളത് കൊണ്ട് സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ മരുന്നിനോടൊപ്പം ഈശ്വരനെയും കൂടെ ആശ്രയിക്കുക, നിങ്ങൾ അസുഖം മാറുകയും ചെയ്യും. 4-ാം ഭാവം എന്ന് പറയുന്നത് നെഞ്ച്, ശ്വാസകോശം, ഹൃദയം, രക്തക്കുഴലുകൾ, രോഗത്തിന് ഫലപ്രദമായ മരുന്ന് തുടങ്ങിയവയൊക്കെ 4-ാം ഭാവമാണ്. സുഖപ്പെടുത്തുക, സുഖഭാവമാണ്. അതുകൊണ്ട് ചിന്തിക്കും 4-ാം ഭാവം അനുകൂലമാവണം. രോഗപ്രശ്നം വരുന്ന സമയത്ത് 4-ാം ഭാവവും വ്യാഴവും അതുപോലെ തന്നെ 6-ാം ഭാവം ശുദ്ധവും ആവണം രോഗപ്രശ്നം വരുന്ന സമയത്ത്. അതുപോലെ തന്നെ 5-ാം ഭാവം എന്ന് പറയുന്നത് ഹൃദയം, ഉദരത്തിൻ്റെ മുകൾ വശം, ഗൾ ബ്ലാഡർ, ലിവർ, പ്ലീഹ, പാൻക്രിയാസ്, മനസ്സ്, ചിന്താശക്തി, പ്രജ്ഞ, മേധ, പ്രതിഭ, ബുദ്ധി, ഗർഭം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം 5-ാം ഭാവമാണ്. സന്താനം. ഓക്കെ. അപ്പം 5-ാം ഭാവം സ്ത്രീകൾ ഗർഭപാത്രം, ഉദരമല്ലേ, ഉദരത്തിൽ വരുന്ന വിഷയങ്ങളെല്ലാം വരും. 6-ാം ഭാവം എന്ന് പറയുന്നത് ചെറുകുടൽ, അപ്പൻഡിക്സ്, വൻകുടലിൻ്റെ മുകൾ ഭാവം, എല്ലാ രോഗങ്ങളും, മൂത്രാശയം, അനാരോഗ്യം, മുറിവുകൾ, മാനസിക ക്ലേശം, ഉന്മാദം, കഫവാത രോഗങ്ങൾ, ക്ഷയം, മുഴകൾ, കുരുക്കൾ, ഈ വസൂരി പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുമല്ലോ, അത് രോഗങ്ങൾ, വിഷം, കൈവിഷം തുടങ്ങിയിട്ട് 6-ാം ഭാവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ചോളുക കേട്ടോ. നമ്മുടെ പുസ്തകത്തിനത് ഞാൻ കുറേയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾ നോക്കുക കേട്ടോ.
ഏഴാം ഭാവം എന്ന് പറയുന്നത് വൻകുടലിന് കീഴ്ഭാഗം, വയറിന് താഴെ കീഴ്ഭാഗം, ഗുദം, മൂത്രാശയം, മൂത്രനാളം, ഗർഭാശയം, സ്ത്രീകളുടെ അണ്ഡകോശം, പുരുഷൻ്റെ ബീജകോശം, ഈ പോസ്ട്രേറ്റ് ഗ്ലാൻഡുകൾ, ശുക്ലവാഹിനികൾ, ശുക്ലം വായിച്ചുകൊണ്ട് വരുന്ന ഇത്, സ്ത്രീ പുരുഷ സംഭോഗം, ശുക്ലം, രജസ് തുടങ്ങിയിട്ടുള്ള സർവ്വ വിഷയങ്ങളും. ഏഴാം ഭാവം ലൈംഗിക ഭാവമാണ്, പാർട്ട്ണറിൻ്റെ ഭാഗമാണ്. ഏഴാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഗുണവും ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കാരകനായിട്ടുള്ള ശുക്രനെ ഒക്കെ നോക്കണം, നിങ്ങൾ ഗ്രഹങ്ങളെയൊക്കെ നോക്കണം. ഇപ്പോൾ വൻകുഴലിന് കീഴ്ഭാഗം, ഗുദം, മൂത്രാശയം, മൂത്രനാളം ഒക്കെ വരും. പ്രത്യേകിച്ച് ഈ 6-ൽ ശനിയൊക്കെ വരുമ്പോൾ തന്നെ ഈ വൻകുടൽ, ചെറുകുടൽ ഈ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഉദരം ഈ പുറന്തള്ളപ്പെടുന്ന രോഗസ്ഥാനത്ത് ശനി സാന്നിധ്യം വരിക, യോഗവുമായിട്ട് ശനിയുടെ ബന്ധം വരിക എന്ന് പറയുന്നത് ഈ പുറന്തള്ളപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, അഴുക്ക് പുറന്തള്ളപ്പെടുന്ന കാര്യങ്ങൾ, ആ ഏരിയകളിലൊക്കെ പ്രശ്നം വരും. ഈ നമ്മുടെ ഈ പൈൽസ് പോലെ, പെസ്റ്റുല പോലെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ചൊവ്വ ബന്ധം വന്നു കഴിഞ്ഞാൽ രക്തം വാർന്നു വരിക, സർജറി ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെ വരും. നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം കേട്ടോ. ഇത് ഒരു തുടക്കം മാത്രം, ഒരു ചെറിയ ഹരിശ്രീ പഠിക്കുന്ന പോലെ ഇത് വിചാരിക്കാവുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 8-ാം ഭാവം എന്ന് പറയുന്നത് ഒരാളുടെ ജനനേന്ദ്രിയമാണ്. സ്ത്രീകൾക്ക് യോനി പോലെ, പുരുഷന് ലിംഗം പോലെയൊക്കെ ജനനേന്ദ്രിയങ്ങളും, ഗുദം, ഗുഹ്യഭാഗങ്ങൾ, അതുപോലെ തന്നെ വീഴ്ച, അംഗവൈകല്യങ്ങൾ, മാറാരോഗങ്ങൾ, ആയുസ്, മരണം, മനപ്രയാസം, അംഗഭംഗം, അവയവനാശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ. ഈ അഷ്ടമമാണ് മരണതുല്യമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. മരണവും തുല്യമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത് അഷ്ടമഭാവമാണ്. ഞാനത് 8-ാം ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്, ഡെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റില്ല, ഭൂമിക്ക് പോലും പറ്റില്ല ഒരു കാലത്തിന് മുകളിലേക്ക് പോകാൻ. ഭൂമിക്കോ സൂര്യനോ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും ഒരു കാലത്തിന് മുകളിലേക്ക്, സർവ്വതിനും, ജീവനും ജീവജാലങ്ങൾക്കും ജീവനില്ല എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ഈ സോളിഡ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു കാലമുണ്ട്. ആ കാലം കഴിയുമ്പോഴത്തേക്കത് ഒന്ന് മറ്റൊന്നായി മാറും. അത് പ്രപഞ്ച നിയമമാണ്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അയാളുടെ ജനനത്തിൻ്റെ മുതൽ മരണം വരെയുള്ള ഒരു കാലദേശങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. അതിൽ അയാൾക്ക് മരണതുല്യമായിട്ടുള്ള പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, അംഗഭംഗങ്ങൾ, അവയവനാശം, അപ്രതീക്ഷിതമായും ആകസ്മികമായും ഉണ്ടാകുന്ന ദുരിതങ്ങൾ, കാര്യതടസ്സം തുടങ്ങിയവയെല്ലാം 8th ഹൗസാണ്. ഞാൻ 8th ഹൗസിനെ കുറിച്ച്, നമ്മളിപ്പോൾ 6th ഹൗസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 8th ഹൗസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ടത് പറയുകയും ചെയ്യാം. അതുപോലെ 9-ാം ഭാവം എന്ന് പറയുന്നത് തുടകൾ, അരക്കെട്ട്, ഭാഗ്യം, മനസുഖം, പിതാവ്, തുടയിലെ ഞരമ്പുകൾ, പൂർവ്വപുണ്യം, ദൈവാനുഗ്രഹം, ഉപാസന, ക്ഷേത്രത്തിലേക്കുള്ള യാത്രകൾ, ഇതെല്ലാമാണ്. അപ്പോൾ 9-ാം ഭാവം പിഴച്ചു പോയാൽ ഭാഗ്യനാശമാണല്ലോ പ്രധാനം, ലക്ക് ഫാക്ടർ അങ്ങ് പൊളിയും. പിന്നെ ഈ 6, 8, 12 ഭാവാധിപൻ, 6-ാം ഭാവാധിപൻ കുജൻ, ശനിയൊക്കെ അവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശനി 9-ൽ വരുന്നതിനൊരു വിദൂരതയിലുള്ളൊരു സന്യാസ യോഗമാണ്. കുറച്ച് ഒരു വിരക്തിയൊക്കെ വരാനുള്ള സാധ്യതയാണ്. ജീവിതാനുഭവങ്ങളും ഉണ്ടായിരിക്കും, ഭാഗ്യക്കേട്, മനദുഃഖം എന്തായാലും ഉണ്ടാകും. 9-ന് മനസ്സിൻ്റെ ഒരു ദുഃഖമുണ്ട്. 2-ാം വിവാഹം ഒക്കെ പറയുന്ന 9 കൊണ്ടൊക്കെ, ഡിവോഴ്സായിട്ട് രണ്ടാമത് കഴിക്കുക, അങ്ങനെ ഒക്കെ 9 കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടുണ്ടാകുന്ന നിമിത്തങ്ങൾ, ദോഷങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയാം. 10-ാം ഭാഗം എന്ന് പറയുന്നത് ഈ തുടകളിലൊക്കെ ഉണ്ട്. ഈ 9-ാം ഭാവത്തിൽ ഈ തുടകളിലൊക്കെ ഉണ്ടാകുന്ന വെയിൻ സർജറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 9th ഹൗസാണ്. വ്യാഴവും കൂടെ നോക്കണം കേട്ടോ. ഈ 9-ാം ഭാവം പിഴയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ 9-ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. 9-ാം ഭാവം തുടയമാണ്. ഈ വ്യാഴവും 9-ാം ഭാവാധിപനും ഒരുമിച്ച് പിഴച്ചു കഴിഞ്ഞാൽ തുടകളിൽ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിച്ചോണം. 10-ാം ഭാവം എന്ന് പറയുന്നത് കാൽമുട്ടുകൾ, കാൽമുട്ടിലെ ചിരട്ട, കാൽമുട്ടുകളിലെ കുഴികൾ, ജോലി സംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, അത് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളിലെ ഭരണം, യന്ത്രങ്ങളുമായുള്ള ബന്ധം, യന്ത്രങ്ങൾ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, അംഗഭംഗങ്ങൾ, ഇവയെല്ലാം 10-ാം ഭാവമാണ്. ജോലി നിമിത്തമുള്ള സ്ട്രെസ്സ്, രോഗം ഇത്യാദി കാര്യങ്ങളെല്ലാം, ജോലിയിലെ ക്രയവിക്രയങ്ങൾ നിമിത്തമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വരും കേട്ടോ.
അപ്പം 11-ാം ഭാവം എന്ന് പറയുന്നത് കണങ്കാല്, ഇടത്തെ ചെവി, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഞരമ്പിൻ്റെ വീർപ്പുണ്ടല്ലോ, വെരിക്കോസ് വെയിൻ പോലുള്ള കാര്യങ്ങൾ, ഇടത്തെ ചെവി, ധനാഗം, ഐശ്വര്യം, രോഗമുക്തി, സുഹൃതം, ഇതെല്ലാം 11-ാം ഭാവമാണ്. കണങ്കാൽ എന്ന് പറയുന്നത് ജംഗകൾ എന്ന് പറയുന്ന ഭാഗത്ത് അസുഖങ്ങൾ വരാനുള്ള സാധ്യത. 12-ാം ഭാവങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാം. പാദങ്ങൾ, കാലടികൾ, ഇടത്തെ കണ്ണ്, ഉറക്കമില്ലായ്മ, ആശുപത്രിവാസം, അശനശയനാദി ദുരിതങ്ങൾ, ലൗകികമായും വ്യാവഹാരികമായും ഉണ്ടാകുന്ന ദുഃഖാനുഭവങ്ങൾ, ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും കാലാകാല വേർപാട്, ബന്ധുമിത്രാദികളുടെ കാലാകാലമായിട്ടുള്ള വേർപാടുകൾ, അത് നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങൾ, മാനസിക അസ്വസ്ഥ്യങ്ങൾ, ട്രോമ, മരണം, ജീവാത്മാവിൻ്റെ ഗതി, മോക്ഷേച്ഛ എന്നിവയെല്ലാം 12-ാം ഭാവം കൊണ്ട് പറയാം. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സൂചനയായിട്ട് ഉള്ളത്. 6-ാം ഭാവം എന്നുള്ളത് ഏത് രാശിയാണെന്ന് നോക്കണം. അത് കാലപുരുഷൻ്റെ എത്രാമത്തെ ഭാവമാണെന്നും ഭാവപുരുഷൻ ആ ജാതകൻ്റെ എത്രാമത്തെ ഭാവമാണെന്നും നോക്കണം. ഏത് രാശിയാണെന്ന് നോക്കണം. ഇപ്പം കാലപുരുഷൻ്റെ 8-ാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികമാണ്. പക്ഷേ മിഥുന ലഗ്നക്കാരൻ്റെ 8-ാം ഭാവം എന്ന് പറയുന്നത് മകരമാണ്. അപ്പം അതെടുത്ത് തിരിച്ചിങ്ങോട്ട് വെക്കണം. എന്നാലും കാലപുരുഷൻ്റെ ഒരു ഇതും കൂടി, ഇത് തമ്മിലുള്ള ബന്ധവും കൂടി ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും 6-ാം ഭാവാധിപനായി വന്നാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും ഇതെവിടെ നിൽക്കുന്നു എന്നുള്ളത് വരുമ്പം ഏത് രാശിയിൽ നിൽക്കുന്ന, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ആ ഭാവവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള രോഗം, ആ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നോക്കണം. ഇതോടൊപ്പം തന്നെ ദ്രേക്കാണപരമായിട്ട് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ഇതിനെ പറയാം. അതുപോലെ തന്നെ ഈ ഗ്രഹം പോയി നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള രോഗങ്ങളും വരാം എന്നും പറയുന്നു. അപ്പം വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു ഒരു ഒരു 10-12 വർഷം ഇതിനു വേണ്ടി മാത്രം മെനക്കെട്ടാലാണ് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത്. പല പല കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം മെഡിസിനൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഒരു പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന് പോകുന്നവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഒരു 10,000 പേരുടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പം ഒരേ വിഷയം, ഉദാഹരണത്തിന് ഞാൻ പലരുടെയും ഇപ്പം സന്താനമില്ലാത്തവരുടെ ഒരു 500 പേരുടെ എടുത്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പലരുടെയും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. എടുത്ത് നോക്കുമ്പോൾ ഒരേ പാറ്റേൺ വരുന്ന 1-2 കാര്യങ്ങളുണ്ടാവും. ആ പാറ്റേണിന് വേണ്ട ശക്തമായിട്ടുള്ള സുഹൃതം ചെയ്താൽ, ശരീരത്തിന് ദോഷം മറ്റൊന്നും ഇല്ലെങ്കിൽ, ഉദാഹരണത്തിന് ഗർഭപാത്രത്തിന് ക്ഷതം സംഭവിച്ച ഒരു സ്ത്രീക്ക് പിന്നീട് എത്ര പരിഹാരം ചെയ്താലും സന്താനം ഉണ്ടാവാൻ പാടാണ്. അല്ലെങ്കിൽ ഒരു ട്യൂമർ വന്ന് ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് സന്താനം ഉണ്ടാകും? അപ്പോൾ അങ്ങനത്തെ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യാതെ, ഒരാൾക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല, എന്നിട്ടും ഇവർക്ക് സന്താനം ഉണ്ടാവുന്നില്ല എങ്കിൽ അങ്ങനത്തെ പാറ്റേൺ, ആ ഒരു പാറ്റേൺ എടുക്കണം. ഈ ഗർഭപാത്രം നശിച്ചു പോയി, അല്ലെങ്കിൽ ബീജബലമില്ല, അവർക്ക് സന്താനം ഉണ്ടാവില്ല എന്നുള്ള അങ്ങനത്തെ പാറ്റേണും, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസിനെ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ജാതകത്തിലും ഈ ഒരേ വിഷയങ്ങൾക്ക് ഉള്ള സൂചനകൾ ഒരേ രീതിയിൽ തന്നെ ഒരു കാർമിക് പാറ്റേൺ ഉണ്ടാവും, ഡെപ്റ്റിൻ്റെ പാറ്റേൺ. അതിനെതിരെ നീന്താൻ ഈ ജന്മത്തിലെ സമയം, അതിനെതിരെ നീന്താൻ ഉപയോഗിക്കുമ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് കിടക്കുന്ന ഡെപ്റ്റിനെ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്ന ഉപാസന പോലെയാണ്. ഈ ജീവിതത്തിൽ ആ ചെയ്യുന്ന സമയം നമുക്ക് തിരിച്ചു വരില്ല, പരിഹാരം ചെയ്യുന്ന സമയം. അപ്പം അതിന് ഈശ്വരപരിഹാരങ്ങളും സാധനയും നിത്യജീവിതത്തിലെ മാറ്റങ്ങളും സ്വഭാവത്തിലെ മാറ്റങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ആയിട്ടുള്ള സുഹൃതകർമ്മങ്ങൾ, ദാനത്തിലാണ് ഈ ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സുഹൃതകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ മാറ്റം വരും, അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ കീ. ഇത് ഒരുപാടെടുത്ത് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങളിത് പല സമയത്ത് നിങ്ങൾക്ക് കുറേ വർഷം ഇത് ചെയ്ത് നിരീക്ഷിച്ച് നോക്കി പഠിച്ചാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ വിശ്വാസം വന്നത്. ഇതിൻ്റെ
ജ്യോതിഷം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും നല്ല ഭക്തിയുള്ളവരാണെങ്കിലും കൂടി ഈ ലോജിക്കൽ ബ്രെയിൻ ഇരിക്കുന്നതുകൊണ്ടും വലിയ അറിവും വലിയ അനുഭവവും ഇതിലേക്ക് ആഴ്ന്നിറങ്ങാത്തത് കൊണ്ട് തന്നെ തുടക്കകാലം ഈ ശാസ്ത്രവും ഇത്തിരി വിശ്വാസമുണ്ട് ഇഷ്ടമാണെങ്കിൽ കൂടിയും ലോജിക്ക് ഇവരുടെ ബ്രെയിനും ഈ ശാസ്ത്രവും തമ്മിൽ കുറേ കാലം ഇങ്ങനെ ഇടിച്ചു നിൽക്കും. അല്ലെങ്കിൽ ഇവരുടെ വാസനകൾ ഇവരുടെ സുഖവും ഈ ശാസ്ത്രവുമായിട്ട് കുറേ കാലം ഇടിച്ചെങ്കിൽ അതങ്ങനെയാണ്. ഉപാസനാദി വിഷയങ്ങളിലേക്ക് വരുമ്പോൾ പോലും അങ്ങനെയാണ്. ഉപാസനയിൽ പറയുന്ന കാര്യങ്ങളും അത് എൻ്റെ ജീവിതത്തിനനുസരിച്ച് അത് മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ ഉപാസന മാറ്റും, പക്ഷേ ജീവിതം മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. കാരണം വാസന അത്ര ശക്തമാണ്. എന്നാൽ സാധനയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പം ഒരു സുഖം കിട്ടും, ഒരു അനുഭവം ഉണ്ടാവും, ഒരു സുഖം കിട്ടും. ആ സുഖം പിന്നെ നിങ്ങളെ ആ രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോയിക്കോളും. പിന്നെ പഠിപ്പിക്കുകയോ പ്രഷർ ചെയ്യുകയൊന്നും വേണ്ട. അതുപോലെ തന്നെയാണ് ജ്യോതിഷവും. ഈ ശാസ്ത്രം ഇറങ്ങി ചെന്ന് ഒരുപാട് കൺഫ്യൂഷൻസും ലോജിക്കില്ലായ്മയും പലതും ഇതൊക്കെ ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻസ് ശ്ലോകങ്ങളിലൊക്കെ വരുന്നത് നമ്മൾ നോക്കുന്ന ജാതകങ്ങളും തമ്മിലുള്ളൊരു ചെറുചക്കുറമൊക്കെ വരും. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ആചാര്യന്മാരും അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മറ്റു പല വിഷയങ്ങൾ കൊണ്ട് ഈ എക്സ്ട്രീം ലെവലിൽ നിന്ന് കുറഞ്ഞ് ചെറിയ കാര്യങ്ങളിലായിട്ട് അതേ കാര്യങ്ങൾ തന്നെ ചുരുങ്ങാം എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം പരസ്യമായി കിടന്നാലും മനസ്സിലാവാത്ത ആ ഒരു രഹസ്യം അത് നിരവധി നിരീക്ഷണങ്ങളിലൂടെ നിങ്ങളിങ്ങനെ ശ്രമിച്ച് ഒരു ലെവൽ എത്തുമ്പോഴാണ് അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്യോതിഷം പിന്നെ നിങ്ങൾക്ക് സ്വയം വിശ്വാസം വരുന്നപ്പോഴാണ്. അത് കുറേ വർഷങ്ങളെടുക്കും. മിനിമം ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും ഇതിലേക്ക് മുങ്ങിത്തപ്പണം. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജ്യോതിഷം ഒരു വിശ്വാസം വരും. വിശ്വാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതിൻ്റെ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചാലും, ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യങ്ങൾ പഠിച്ചാലും നമുക്ക് ആ ജാതകം കാണുമ്പം ആ വ്യക്തിയെ കാണുമ്പോൾ അതിൻ്റെ റേഞ്ച് ആ വ്യക്തിക്ക് ആ ഭാവം തരുന്ന കർമ്മ വിഷയത്തിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് ആ ജാതകം കാണുമ്പോഴും ആ വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ ജാതകം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രഹസ്ഥിതികളും ആ വ്യക്തിയെയും കൂടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുകയും ചെയ്യും. അത് നിരന്തരമായിട്ടുള്ള ഇതാണ്. അപ്പം ആറിൽ വ്യാഴം 8ൽ വ്യാഴം എന്നൊക്കെ പറയുമ്പോൾ തന്നെ 6ൽ വ്യാഴം പോയി 8ൽ വ്യാഴം പോയി എനിക്ക് ദൈവാധീനം, അങ്ങനെയല്ല. അത് ആ വ്യാഴത്തിൻ്റെ നിൽപ്പും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും 6ൽ എന്തുകൊണ്ട് വ്യാഴം പോയി എന്നുള്ളതിനെക്കുറിച്ചും ഉള്ളൊരു നിരീക്ഷണം നടത്തണം. അപ്പോൾ ആ നിരീക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ 6ൽ വ്യാഴം പോയ മോശം ആൾക്കാരെയും കാണാം, 6ൽ വ്യാഴം പോയതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരെയും അതിൽ നിന്ന് കരകയറി വന്നവരെയും കാണാം, 6ൽ വ്യാഴം പോയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഭൗതികപരമായിട്ടുള്ള പല വിഷയങ്ങൾ ഈശ്വരീയ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ശ്രദ്ധ ആ രീതിയിൽ തള്ളിവിടുന്നവരെയും കാണാം. അപ്പോൾ അത് പല തരത്തിലുള്ളത് കാണാം. അതൊക്കെ അവരുടെ ഈ ജന്മത്തിൻ്റെ ആഗമിക കർമ്മങ്ങളെ ഈ ജന്മത്തെ ഈ പ്രസൻറ്റിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയാണത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നു. പ്രധാനമായിട്ടും രോഗപ്രശ്നത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഭാവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജാതകത്തിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാം. ദശയും അപഹാരവും ഛിദ്രവും ഒക്കെ വരുന്ന സമയത്തുള്ള മാറ്റങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യാം. ഇനിയും ഒരാൾ ലഗ്നമായിട്ട് വന്നാൽ, മേടം ലഗ്നമായിട്ട് വന്നാൽ ഉണ്ടാവുന്ന ദ്രേക്കാണ ഫലങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ദ്രേക്കാണം എന്ന് പറയുന്ന ഒരു രാശിയെ 3ആയിട്ട് തിരിക്കുന്നതാണ്. അപ്പോൾ 12 × 3 36 കഷ്ണങ്ങൾ ഉണ്ടാവും ദ്രേക്കാണ ആധിപത്യത്തിനെക്കുറിച്ചും ദ്രേക്കാണത്തെക്കുറിച്ചും അതിൻ്റെ ദ്രേക്കാണ സ്വരൂപത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ദ്രേക്കാണത്തിൽ വരുന്ന രാശി സ്വരൂപത്തെക്കുറിച്ചൊന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.